ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെറുതേനീച്ചേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ കൊറോണക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. അന്ന് എന്താ പറയുക, നമുക്ക് ഒരുപാട് അവധി സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു അവധിക്കാലമാണ്. അപ്പോൾ കുട്ടികളൊക്കെ വെറുതെ മൊബൈൽ ഇതൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ചെറിയൊരു കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. നമുക്ക് ക്ഷമയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ സാധിക്കും. ചെറുതേനീച്ചേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്റ്റിങ്ലെസ് ബീ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇതിന് കുത്താൻ കഴിയില്ല. മറ്റേ തേനീച്ചകൾക്ക് സ്റ്റിങ് ഉണ്ടാകുമ്പോൾ ഇതിനെ അവർ വന്ന് കുത്തും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് ഇങ്ങനെ കടിച്ച് നിൽക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കൂട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് തന്നെ ഇവർ ഞാൻ ഡേഞ്ചറാണെന്ന് കരുതിയോണ്ടാണ് ഇങ്ങനെ വന്നാണ്ട് ആകെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഞാൻ കുറച്ച് മുന്നേ PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താണ്. ചെറുതേനീച്ചൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തേനീച്ചകൾക്ക് പോകാൻ പറ്റാത്ത ചെറിയ ചെറിയ പൂക്കളിലൊക്കെ പോയാണ്ട് തേന് ശേഖരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തേനിന് നല്ല ഗുണനിലവാരമുണ്ട്. അതുപോലെ തന്നെ ഇതിന് കിലോന് ഏകദേശം 3000 തൊട്ട് 4000 രൂപ വരെ കിലോന് ഇതിന് വില വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡാണ് തേനീച്ചക്ക്. പിന്നെ ഇത് വളർത്താൻ വളരെ ഈസിയാണ്. ബാക്കിയുള്ള തേനീച്ച പോലെയല്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ തറയിലൊക്കെ ഉണ്ടാവുമല്ലോ തേനീച്ച, അത് ഞാൻ കെണിക്കൂട് വെച്ചാണ്ട് പിടിച്ചു. അതിനുശേഷം കൊടുന്ന് വെച്ചു. പിന്നെ ഇത് പ്രകൃതിയിൽ നിന്ന് തന്നെ കൂടിലോട്ട് അറ്റാക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കും. നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള പഴയ കൂടിലോട്ട് പ്രകൃതിയിൽ നിന്ന് വന്നാണ്ട് അറ്റാക്ക് ചെയ്ത് കയറാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു പുതിയ കൂട് അതുപോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാണ്ട് വെച്ച് അപ്പോൾ അതിലൊക്കെ കയറി ഇപ്പോൾ ഒരു 7-8ഓളം കൂടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എന്തായാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ കാണുന്നത് ഫുള്ള് പൂമ്പൊടിയാണ്. പിന്നെ തേനുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് ഉള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഒരു പ്രശ്നം പറ്റി. നമ്മൾ സാധാരണ തേനീച്ച കൂട് തുറക്കുമ്പോൾ എന്താ പറയുക, നമ്മളിവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ട് അതിലോട്ട് ഫുള്ള് കയറ്റിയാണ്ടാണ് നമ്മൾ തുറക്കുക. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തുറന്നു. അപ്പോൾ ആകെ നല്ല സ്ട്രെങ്ത്തുള്ള കോളനി ആയിരുന്നു. ആകെ വന്ന് ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ക്യാമറമാനും നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇത് വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത കോളനിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. ഇത് വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത കോളനിയാണ്. മറ്റേ കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലമായിട്ട് തുറക്കാത്ത കോളനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. നല്ല തേനും ഉണ്ട് അതിൽ. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേനീച്ചൻ്റെ ഒരു ഫുള്ള് പശയായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. തുറക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നത് ഫുള്ള് ഇതിൽ കാര്യമായിട്ടില്ല കേട്ടോ. ഞാനത് കുറച്ച് മുന്നേ പിരിച്ചതാണ്. അപ്പോൾ പിരിച്ചത് സക്സസ് ആയിട്ടില്ല. ഇത് തേനാണ്. ഈ കാണുന്ന ഫുള്ള് തേനും ഇവിടെ കുറച്ച് മുട്ടയും ബാക്കിയുണ്ട്. പക്ഷേ ഞാൻ റാണിൻ്റെ ഒരു മുട്ട ഇതിൽ വെച്ചിരുന്നു, അത് വിരിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാവുക. ഇത് നല്ല അടിപൊളി തേനാണ് ഈ കാണുന്നത്. നമ്മൾക്ക് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി തേനാണ്. നോക്ക്, നല്ല അടിപൊളി തേനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഒരു തേനീച്ച പെട്ടിയാണ്. ഇത് നമ്മൾ നേരത്തെ വെച്ചതാണ്. അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉള്ള കോളനിയാണ്. അപ്പോൾ ഇത് പുറത്തുനിന്നൊരു കോളനി വന്ന് അറ്റാക്ക് ചെയ്ത് കയറാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളനി അവിടെ നിന്ന് മാറ്റിയാണ് ഇപ്പോൾ ഈ പഴയത് മുട്ടയൊന്നും ഇല്ലാത്ത പഴയ പെട്ടി നമ്മളവിടെ വെക്കും. അപ്പോൾ ഈ പഴയ പെട്ടിയിലോട്ട് പുതിയ കോളനി വന്ന് കയറിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പുതിയ ഓരോ കോളനി കിട്ടുന്നത്. നമ്മൾ ഈ പെട്ടി ഇത് ഞാൻ കുറച്ച് മുന്നേ പിരിച്ചതാണ്. അപ്പോൾ സക്സസ് ആയില്ല. അപ്പോൾ ഈ പെട്ടിയിൽ തേനും കുറച്ച് തേനീച്ചകളും അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് എന്താ പറയുക, ഇത് കുറച്ചിങ്ങനെ ഇതിൻ്റെ എൻട്രൻസ് ഒന്നും കൂടി വലുതാക്കിയാണ്ട് നമ്മളിത് നേരെ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ആ പെട്ടി അവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ ചെറുതേനീച്ച കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിത് പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തേനീച്ചത് ഇവിടെ ഒക്കെ വന്നാണ്ട് ഇങ്ങനെ ഇപ്പോൾ മുടിയിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെറിയൊരു ബോട്ടിൽ എടുത്തുകൊണ്ട് അതിലോട്ട് ഇതിനൊക്കെ ആക്കണം. എന്നിട്ട് മാത്രമേ നമ്മളൊരു പണി എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ ശല്യം ചെയ്യും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ശല്യം ചെയ്യും. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് പണിയെടുക്കാൻ കഴിയൂല. അതാണ് ചെറുതേനീച്ചൻ്റെ പ്രത്യേകത.
അപ്പോൾ ഏതായാലും നമ്മളെ അടുത്ത് ഇപ്പോൾ തേനീച്ച കൂട് അവൈലബിൾ ആണ്. നമ്മൾ തേൻ എടുക്കാത്ത നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല കോളനി ഉണ്ട്. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. ചെറിയ കുട്ടികളൊക്കെ ഇതിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയുക, കുട്ടികളെ ഈ മൊബൈലിൽ നിന്നൊക്കെ മാറ്റി അങ്ങനത്തെ അഡിക്ഷനിലോട്ടൊന്നും പോവാണ്ട് നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാനും പറ്റുന്ന പുതിയ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം. പിന്നെ കൃഷിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. വെറും ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് എങ്ങനെയാണ് കൃഷിയിലൂടെ പല എന്താ പറയുക പാഠങ്ങളും, നമുക്ക് ക്ഷമയും, അങ്ങനെ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പലതും പഠിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക, അതുപോലെ ഇവിടെ താഴെ ഞാൻ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ആകെ കുറച്ച് പെട്ടികളുള്ളൂ, ഞാൻ എന്തായാലും അത് കൊടുക്കാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.